ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് ഓഫീസർ ഇമ്പോർട്ടൻ്റ് MCQ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പാർട്ട് 3. നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ 41ാമത്തെ ക്വസ്റ്റ്യൻ വരെയാണ് ഡിസ്കസ് ചെയ്തത്. 42ാമത്തെ ക്വസ്റ്റ്യൻ, ദ സോഴ്സ് ഡോക്യുമെൻറ്റ് ഫോർ റെക്കോർഡിംഗ് ദ എമൗണ്ട് ഓഫ് സെയിൽസ് റിട്ടേൺ ഡേ ബുക്ക് ഈസ്. സെയിൽസ് ഡേ ബുക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ സോഴ്സ് ഡോക്യുമെൻ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ക്രെഡിറ്റ് നോട്ടാണ്. പർച്ചേസ് റിട്ടേൺ ബുക്ക് ആണെങ്കിലോ ഡെബിറ്റ് നോട്ടായിരിക്കും സോഴ്സ് ഡോക്യുമെൻ്റായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ എന്താ, സെയിൽസ് റിട്ടേൺ ആയതുകൊണ്ട് ക്രെഡിറ്റ് നോട്ടാണ് സോഴ്സ് ഡോക്യുമെൻ്റായിട്ട് യൂസ് ചെയ്യുന്നത്. 43ാമത്തെ ക്വസ്റ്റ്യൻ, ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ആൻ അസറ്റ്, ക്രെഡിറ്റ് സെയിൽ ഓഫ് ആൻ അസറ്റ് ആർ റെക്കോർഡഡ് ഇൻ. ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് അസറ്റും ക്രെഡിറ്റ് സെയിൽ ഓഫ് അസറ്റുകളും നമ്മൾ എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ജേണൽ, സ്പെഷ്യൽ ജേണൽ, സബ്സിഡറി ബുക്ക്, സി ജേണൽ പ്രോപ്പർ, ബോത്ത് എ ആൻഡ് ബി. അപ്പം എവിടെയാണ്? ജേണൽ പ്രോപ്പറിലാണ് നമ്മളെവിടെ, ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ജേണൽ പ്രോപ്പറിലാണ് ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് അസറ്റും ക്രെഡിറ്റ് സെയിൽ ഓഫ് അസറ്റും റെക്കോർഡ് ചെയ്യുന്നത്. 44, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് പെറ്റി ക്യാഷ് ബുക്ക്? ഓപ്ഷൻ എ സേവിങ് ടൈം ആൻഡ് എഫർട്ട് ഓഫ് ചീഫ് കാഷ്യർ. ശരിയാണ്, നമുക്ക് ചീഫ് കാഷ്യറുടെ ടൈമും എഫർട്ടും സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓപ്ഷൻ ബി എഫക്റ്റീവ് കൺട്രോൾ ഓവർ ക്യാഷ് ട്രാൻസാക്ഷൻ. ക്യാഷ് ട്രാൻസാക്ഷനിൽ ഒരു എഫക്റ്റീവ് കൺട്രോൾ കൊണ്ടുവരുന്നുണ്ട്. ഓപ്ഷൻ സി കൺവീനിയൻറ്റ് റെക്കോർഡിങ് കൺവീനിയൻ്റ് ആവുന്നുണ്ട്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് പെറ്റി ക്യാഷ് ബുക്കിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയാം. സോ ആൻസർ ഓപ്ഷൻ ഡി. 45, ഫൈൻഡ് ഔട്ട് ഓഡ് വൺ കണ്ടുപിടിക്കാനാണ്. ഒന്നാമത്തേൽ ഓപ്ഷൻ എ പർച്ചേസ് ബുക്ക്, ഓപ്ഷൻ ബി സെയിൽസ് ഡേ ബുക്ക്, ഓപ്ഷൻ സി ബിൽസ് റിസീവബിൾ ബുക്ക്, ഓപ്ഷൻ ഡി ക്യാഷ് ബുക്ക്. നമുക്കറിയാം എയും ബിയും സിയും ഒക്കെ എന്താണ്, ഒരു പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ വരുന്നതാണ്. ബിൽസ് റിസീവബിൾ എന്ന് പറയുന്നതും കടത്തിന് സാധനം കൊണ്ടുപോയി അതൊക്കെ സെയിൽസുമായിട്ട്. ക്യാഷ് ബുക്ക് അങ്ങനെയല്ല, എല്ലാ ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രം റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് സോ ഓപ്ഷൻ ഡി ആണ് അവിടെ ഓഡ് വൺ ആയിട്ട് നിൽക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി. രണ്ടാമത്തേതിൽ ഓഡ് വൺ, ഓപ്ഷൻ എ ഡെബിറ്റ് നോട്ട്, ഓപ്ഷൻ ബി ക്രെഡിറ്റ് നോട്ട്, ഓപ്ഷൻ സി ഇൻവോയ്സ്, ഓപ്ഷൻ ഡി പർച്ചേസ് റിട്ടേൺ. അപ്പം ഇതെല്ലാം നമുക്കറിയാം. ഡെബിറ്റ് നോട്ട് പർച്ചേസ് റിട്ടേൺ ബുക്ക് തയ്യാറാക്കുന്ന സോഴ്സ് ഡോക്യുമെൻ്റാണ്. ക്രെഡിറ്റ് എന്ന് പറയുന്ന സെയിൽസ് റിട്ടേൺ ബുക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ്. ഇൻവോയ്സ് എന്ന് പറയുന്ന ഒരു ബില്ലാണ്. സോ ഇൻവോയ്സസ്, ഓപ്ഷൻ സി ആണ് അവിടെ ഓഡ് വൺ ആയിട്ട് വരുന്നത്. ബില്ലാണ്. ഇൻവോയ്സ് മീൻസ് ഒരു ബില്ലാണ്. നെക്സ്റ്റ് മൂന്നാമത്തത് ക്യാഷ് ബുക്ക്, ഇംപ്രസൻ്റ് സിസ്റ്റം, സെയിൽസ് ബുക്ക്, പർച്ചേസ് ബുക്ക്. അപ്പോൾ ഇവിടെ എല്ലാ ബുക്കുകളും മറ്റേതൊരു പെറ്റി ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്ന ഒരു സിസ്റ്റമാണ് ഇംപ്രസൻ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ആൻസർ എവിടെ വരുന്നത്? ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് 46ാമത്തത്, ബിനു പർച്ചേസ് ഫ്രീക്വൻ്റ്ലി ഫ്രം രാജൻ ഓൺ ക്രെഡിറ്റ്. വിച്ച് ബുക്ക് ഈസ് സ്യൂട്ടബിൾ ഫോർ റെക്കോർഡിംഗ് ദിസ് ട്രാൻസാക്ഷൻ ഇൻ ദ ബുക്സ് ഓഫ് രാജു. അപ്പം ബിനു ഫ്രീക്വൻ്റ് ആയിട്ട് രാജിൻ്റെ കയ്യിൽ നിന്ന് കടത്തിന് സാധനം വാങ്ങിക്കുന്നുണ്ട്. അപ്പം ഏത് ബുക്കാണ് സ്യൂട്ടബിൾ ഫോർ റെക്കോർഡിംഗ് ദ ട്രാൻസാക്ഷൻ ഓഫ് രാജിൻ്റെ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഏത് ബുക്കാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? ഓപ്ഷൻ എ സെയിൽസ് ജേണൽ, ബി പർച്ചേസ് ജേണൽ, സി ലെഡ്ജർ, ഡി നൺ ഓഫ് ദിസ്. അപ്പോൾ നമുക്കറിയാം അവിടെ ഒരു സെയിൽസ് നടക്കുന്നത് കൊണ്ട് തന്നെ ഓപ്ഷൻ എ സെയിൽസ് ജേണൽ ആയിരിക്കും അവിടെ റെക്കോർഡ് ചെയ്യാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള ബുക്കായിട്ട് എടുക്കേണ്ടത്. ഏതാണ്? ഓപ്ഷൻ എ സെയിൽസ് ജേണൽ. 47, എ ഡാഷ് ഈസ് ബോത്ത് ജേണൽ ആൻഡ് ലെഡ്ജർ. ഏതിനെയാണ് ബോത്ത് ജേണൽ ആൻഡ് ലെഡ്ജർ എന്ന് പറയുന്നത്? ഓപ്ഷൻ എ ക്യാഷ് ബുക്ക്, ഓപ്ഷൻ ബി ബാങ്ക് അക്കൗണ്ട്, ഓപ്ഷൻ സി ക്യാഷ് അക്കൗണ്ട്, ഓപ്ഷൻ സി ഇംപ്രസൻറ്റ്. അപ്പം നമുക്കറിയാം ക്യാഷ് ബുക്കിനെയാണ് നമ്മൾ ബോത്ത് ജേണൽ ആൻഡ് ലെഡ്ജർ എന്ന് പറയുന്നത്. അപ്പം ഈ ക്യാഷ് ബുക്ക് ആക്ട് ആസ് ബോത്ത് ജേണൽ ആൻഡ് ലെഡ്ജർ. ഓപ്ഷൻ എ ആണ് ആൻസർ. 48ാമത്തെ ക്വസ്റ്റ്യൻ, എ പെറ്റി കാഷ്യർ ആഫ്റ്റർ സ്പെൻഡിങ് ₹96 ഡ്യൂറിങ് ദ വീക്ക് ഹാസ് ബീൻ reimbursed by the same amount. This account is called. Option A single entry, B double entry, C imprisoned, option D നൺ ഓഫ് ദിസ്. അപ്പോൾ നമുക്കറിയാം ഒരു പെറ്റി ക്യാഷ് ബുക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് വന്നാലും അതൊരു ഇംപ്രസൻ്റ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റീഇംബേഴ്സ് ചെയ്തു, ഒരു 96 രൂപ സ്പെൻഡ് ചെയ്തു, അത് നമ്മൾ റീഇംബേഴ്സ് ചെയ്യുമ്പോൾ അതിന് എന്താ ഇംപ്രസൻ്റ് സിസ്റ്റം. സോ ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ വരുന്നത്. 49, ഡാഷ് ജേണൽ ഈസ് മെൻറ്റ് ഫോർ റെക്കോർഡിംഗ് ഓൾ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ്. ഇപ്പോൾ എല്ലാ ക്രെഡിറ്റ് പർച്ചേസ് ബുക്കും നമ്മൾ എന്തിലാണ് കാണിക്കുന്നത്?
എ പർച്ചേസ്, ബി സെയിൽസ്, സി ജനറൽ, ഡി നൺ ഓഫ് ദിസ്. അപ്പോൾ നമുക്കറിയാം ഓൾ ക്രെഡിറ്റ് പർച്ചേസസ് ആർ റെക്കോർഡഡ് ഇൻ ക്രെഡിറ്റ് പർച്ചേസ് ജേണൽ. ഓപ്ഷൻ എ ആണ് ആൻസർ. പർച്ചേസ് ജേണൽ ഈസ് മെൻറ്റ് ഫോർ റെക്കോർഡിംഗ് ഓൾ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ്. നെക്സ്റ്റ് 50ാമത്തെ ക്വസ്റ്റ്യൻ, സെയിൽസ് ജേണൽ ഈസ് മെൻറ്റ് ഫോർ റെക്കോർഡിംഗ് all dash sales of goods. ഓപ്ഷൻ എ ക്രെഡിറ്റ്, ഓപ്ഷൻ ബി ക്യാഷ്, ഓപ്ഷൻ സി ക്യാഷ് ആൻഡ് ക്രെഡിറ്റ്, ഡി നൺ ഓഫ് ദിസ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചത് പർച്ചേസ് ജേണൽ എന്തിനു വേണ്ടിയാണ്? ക്രെഡിറ്റ് പർച്ചേസിന് വേണ്ടിയാണെങ്കിൽ സെയിൽസ് ജേണൽ എന്തിനു വേണ്ടി തന്നെ ആയിരിക്കും? ഓൾ ക്രെഡിറ്റ് സെയിൽസിന് വേണ്ടി തന്നെ ആയിരിക്കും. സോ ആൻസർ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് 51, സ്റ്റേറ്റ് ട്രൂ ഓർ ഫോൾസ് പറയാൻ വേണ്ടിയാണ് ഓരോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും. ഓപ്ഷൻ എ പർച്ചേസ് ജേണൽ ഈസ് മെൻറ്റ് ടു റെക്കോർഡ് ഓൾ പർച്ചേസ് ഓഫ് ഗുഡ്സ്. അപ്പോൾ അവിടെ എന്താണ് ആൻസർ? ഫോൾസ് ആണ് വരുന്നത്. കാരണം എന്താണ്? ഓൺലി ക്രെഡിറ്റ് പർച്ചേസസ് മാത്രമേ നമ്മൾ എന്തിൽ പർച്ചേസ് ചെയ്യത്തുള്ളൂ? പർച്ചേസ് ജേണലിൽ നമ്മൾ എടുക്കുകയുള്ളൂ. ഓൾ ക്രെഡിറ്റ് പർച്ചേസ് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യത്തുള്ളൂ. നെക്സ്റ്റ് എന്താണ് ബി പറയുന്നത്? ക്യാഷ് ബുക്ക് ഈസ് ലെഡ്ജർ ബിക്കോസ് എ ക്യാഷ് അക്കൗണ്ട് നീഡ്സ് നോട്ട് ടു പ്രിപ്പയർഡ് അഗെയിൻ. അപ്പം അതെന്താണ്? ക്യാഷ് ബുക്ക് എന്ന് പറയുന്ന ഒരു ലെഡ്ജറാണ്. അത് എന്താണ്? ഒന്നുകൂടെ നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല. ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. നെക്സ്റ്റ് സി, ഓൾ ക്യാഷ് സെയിൽസ് ആർ റെക്കോർഡഡ് ഇൻ സെയിൽസ് ഡേ ബുക്ക്. അപ്പോൾ എന്താണ്? ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റല്ലേ? ഫോൾസ് ആണ്. അപ്പം എന്താ, ക്രെഡിറ്റ് സെയിൽസ് ആണെങ്കിൽ മാത്രമേ നമ്മൾ എവിടെ ബുക്ക് എൻട്രി ചെയ്യത്തുള്ളൂ. ഓൾ ക്രെഡിറ്റ് സെയിൽസ് ആണെങ്കിൽ എന്താ, നമുക്ക് റെക്കോർഡഡ് ഇൻ സെയിൽസ് ഡേ ബുക്കിൽ എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. ഡി എന്താണ്? പെറ്റി ക്യാഷ് ബുക്ക് മെൻറ്റ് ഫോർ റെക്കോർഡിങ് ഓൾ പെറ്റി റെസീപ്റ്റ്സ്. ഇല്ല, പെറ്റി റെസീപ്റ്റ്സും അല്ല, പെറ്റി പേയ്മെൻറ്റ്സുകളാണ്. സോ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഫോൾസ് ആണ്. 52ാമത്തേത് മാച്ച് ദ ഫോളോയിങ് ആണ്. എയും ബിയും ആയിട്ടുണ്ട്. ഇപ്പോൾ ഒന്നാമത്തേത് ക്യാഷ് ബുക്ക് ബിയിൽ ഏതുമായിട്ടാണ് നമുക്ക് നോക്കാം. ക്യാഷ് ബുക്ക് ഒരു ലെഡ്ജറും ആണ് ജേണലും ആണെന്ന് പഠിച്ചു. സോ ഒന്നാമത്തേത് നമുക്ക് ഓപ്ഷൻ ഡി ആയിട്ട് മാച്ച് ചെയ്യാം. ക്യാഷ് ബുക്ക് ഈസ് ബോത്ത് ജേണൽ ആൻഡ് ലെഡ്ജർ. എന്താണ്? പർച്ചേസ് റിട്ടേൺ ബിയിൽ ഏതുമായിട്ടാണ്? പർച്ചേസ് റിട്ടേണിൻ്റെ സോഴ്സ് നോട്ട് എന്ന് പറയുന്നത് ഏതാണ്? ഡെബിറ്റ് നോട്ടാണ്. സോ 2 എന്ന് പറയുന്നത് ഇ ആയിട്ട് മാച്ച് ചെയ്യാം. മൂന്നാമത്തെ എന്താണ്? ഇംപ്രസൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് പെറ്റി ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്ന ഒരു സിസ്റ്റമാണ്. സോ 3 എന്ന് പറയുന്ന ബി ആയിട്ട് എടുക്കാം. 4ാമത്തെ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു പേഴ്സണൽ അക്കൗണ്ടാണ്. സോ 4 എ ആയിട്ട് എടുക്കാം. 4A. 5 സെയിൽസ് അക്കൗണ്ട് എന്താണ്? സെയിൽസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ടോട്ടൽ സെയിൽസ് ആയിട്ടാണ്. സോ 5 സി. അപ്പം മാച്ച് ദ ഫോളോയിങ് അതായിരുന്നു. 53ാമത്തെ ക്വസ്റ്റ്യൻ, വെൻ എ ഫേം മെയിൻറ്റെയിൻഡ് എ ക്യാഷ് ബുക്ക് ഇറ്റ്സ് നീഡ് നോട്ട് മെയിൻറ്റെയിൻ. ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ പറയുന്നതിൽ എന്തോ ഒരെണ്ണം മെയിൻറ്റെയിൻ ചെയ്യേണ്ട. ഓപ്ഷൻ എ ജേണൽ പ്രോപ്പർ, ബി പർച്ചേസ് ബുക്ക്, ഓപ്ഷൻ സി സെയിൽസ് ബുക്ക്, ഓപ്ഷൻ ഡി ബാങ്ക് ആൻഡ് ക്യാഷ് അക്കൗണ്ട് ഇൻ ലെഡ്ജർ. അപ്പോൾ നമുക്ക് ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ഡി ആയിട്ടുള്ള ബാങ്ക് ആൻഡ് ക്യാഷ് അക്കൗണ്ട് ഇൻ ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 54 എ ഡബിൾ അക്കൗണ്ട് ക്യാഷ് ബുക്ക് റെക്കോർഡ്. ഇപ്പം ഡബിൾ അക്കൗണ്ട് ക്യാഷ് ബുക്കിൽ എന്തൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്? ഓപ്ഷൻ എ ഓൾ ട്രാൻസാക്ഷൻസ്, ഓപ്ഷൻ ബി ക്യാഷ് ആൻഡ് ബാങ്ക് ട്രാൻസാക്ഷൻസ്, ഓപ്ഷൻ സി ഒൺലി ക്യാഷ് ട്രാൻസാക്ഷൻസ്, ഓപ്ഷൻ ഡി ഒൺലി ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്. നമുക്കറിയാം ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ ബാങ്ക് കോളം ഉണ്ട്, ക്യാഷ് കോളം ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ, ക്യാഷ് ആൻഡ് ബാങ്ക് ട്രാൻസാക്ഷൻസ്. അടുത്ത 55ാമത്തേത് ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്യാഷ് ആർ റെക്കോർഡഡ് ഇൻ. അപ്പം ഓപ്ഷൻസ് നോക്കാം. ഒന്നാമത്തേത് പർച്ചേസ് ബുക്ക്, ബി സെയിൽസ് ബുക്ക്, സി ക്യാഷ് ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക്. അപ്പം നമുക്കറിയാം ഗുഡ്സ് പർച്ചേസ് ഓൺ ക്യാഷ് ആണെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നത് ക്യാഷ് ബുക്കിലാണ്. സോ ആൻസർ സി ആണ്, ക്യാഷ് ബുക്ക്. 56 ക്യാഷ് ബുക്ക് ഡസ് നോട്ട് റെക്കോർഡ് ഓൾ ട്രാൻസാക്ഷൻ ഓഫ്. ഓപ്ഷൻ എ ക്യാഷ് നേച്ചർ, ക്രെഡിറ്റ് നേച്ചർ, സി ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് നേച്ചർ, ഡി നൺ ഓഫ് ദിസ്. അപ്പം നമുക്കറിയാം ക്യാഷ് ബുക്കിലും എല്ലാം ക്യാഷ് ട്രാൻസാക്ഷൻസിന് എൻട്രി ചെയ്യത്തുള്ളൂ, ക്രെഡിറ്റ് നേച്ചറുള്ളതൊന്നും എൻട്രി ചെയ്യത്തില്ല. സോ ആൻസർ ബി ആണ് അവിടെ വരുന്നത്. 57ാമത്തെ ക്വസ്റ്റ്യൻ, ടോട്ടൽ ഓഫ് ദീസ് ട്രാൻസാക്ഷൻ ഈസ് പോസ്റ്റഡ് ഇൻ പർച്ചേസ് അക്കൗണ്ട്. ഓപ്ഷൻ എ പർച്ചേസ് ഓഫ് ഫർണിച്ചർ, ബി ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് പർച്ചേസ്, ഓപ്ഷൻ സി പർച്ചേസ് റിട്ടേൺ, ഓപ്ഷൻ ഡി പർച്ചേസ് സ്റ്റേഷനറി. ഇവിടെ എന്താണ്? ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് പർച്ചേസസ് ആണ്. ടോട്ടൽ ഓഫ് ദീസ് ട്രാൻസാക്ഷൻ ഈസ് പോസ്റ്റഡ് ഇൻ പർച്ചേസ് അക്കൗണ്ടിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് ക്യാഷും ക്രെഡിറ്റ് പർച്ചേസും കൂടെ ചേരുന്നതാണ്. ഓപ്ഷൻ ബി. 58ാമത്തേത് പീരിയോഡിക്കൽ ടോട്ടൽ ഓഫ് സെയിൽസ് റിട്ടേൺ ജേണൽ ഈസ് പോസ്റ്റഡ് ഓൺ. ഓപ്ഷൻ എ സെയിൽസ് അക്കൗണ്ട്, ഓപ്ഷൻ ബി ഗുഡ്സ് അക്കൗണ്ട്, ഓപ്ഷൻ സി പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട്, ഓപ്ഷൻ ഡി സെയിൽസ് റിട്ടേൺ അക്കൗണ്ട്. അപ്പോൾ പീരിയോഡിക്കൽ ടോട്ടൽ ഓഫ് സെയിൽസ് റിട്ടേൺ ജേണൽ എന്ന് പറയുന്നത് സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ആണ്. ഓപ്ഷൻ ഡി
ഡി ആണ് വരുന്നത്. 59ാമത്തെ ക്വസ്റ്റ്യൻ, ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ബാങ്ക് അക്കൗണ്ട് ഇൻ ക്യാഷ് ബുക്ക് ഷോസ്. ഓപ്ഷൻ എ ഓവർ ഡ്രാഫ്റ്റ്, ഓപ്ഷൻ ബി ക്യാഷ് ഡെപ്പോസിറ്റ് ഇൻ അവർ ബാങ്ക്, സി ക്യാഷ് വിഡ്രോ ഫ്രം ബാങ്ക്, നൺ ഓഫ് ദീസ്. അപ്പം നമുക്കറിയാം ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ബാങ്ക് അക്കൗണ്ട് ഇൻ ക്യാഷ് ബുക്ക് കാണിച്ചു കഴിഞ്ഞാൽ അത് ക്യാഷ് ഡെപ്പോസിറ്റ് ഇൻ അവർ ബാങ്ക് ആണ്. ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴാണ് ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ബാങ്ക് അക്കൗണ്ട് ഇൻ ക്യാഷ് ബുക്ക് കാണിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 60ാമത്തെ ക്വസ്റ്റ്യൻ, ദ പീരിയോഡിക്കൽ ടോട്ടൽ ഓഫ് പർച്ചേസ് റിട്ടേൺ ജേണൽ ഈസ് പോസ്റ്റഡ് ടു. ഓപ്ഷൻ എ പർച്ചേസ് അക്കൗണ്ട്, ഓപ്ഷൻ ബി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഓപ്ഷൻ സി പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട്, ഓപ്ഷൻ ഡി ഫർണിച്ചർ അക്കൗണ്ട്. അപ്പോൾ ദ പീരിയോഡിക്കൽ ടോട്ടൽ ഓഫ് പർച്ചേസ് റിട്ടേൺ ജേണൽ എന്ന് പറയുന്നത് പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് ആണ്. ഓപ്ഷൻ സി ആണ്. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ പാർട്ടിലുണ്ടായിരുന്നത്. താങ്ക് യു.